പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ആ ഭീകരരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ത്യയിൽ ആഭ്യന്തരമായി വർഗീയ സംഘർഷമോ സാമുദായിക ചേരിതിരിവോ ഉണ്ടാക്കുക എന്നതായിരുന്നു. എന്നതിൻ്റെ തെളിവ് കൊല്ലപ്പെട്ടവരോട് അവരുടെ മതം ചോദിച്ച് അവരുടെ മതം ചോദിച്ച് കലിമ ചൊല്ലാനൊക്കെ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് പല ആളുകളെയും കൊലപ്പെടുത്തിയത്. അപ്പോൾ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി, ഒരു അജണ്ട കൂടി ഭീകരവാദികൾക്കുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം രാജ്യത്തുണ്ടായോ എന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും ഒരു വർഗീയമായി ഈ പഹൽഗാമാനന്തരം ചില വർഗീയ വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി കാണണം. കഴിഞ്ഞ ദിവസം കർണാടകയിലെ കൽബുർഗിയിൽ നടുറോഡിൽ പാക് പതാകകൾ പ്രത്യക്ഷപ്പെടുന്നു. അത് സ്വാഭാവികമായും ഒരു സംഘർഷാവസ്ഥ അവിടെ സൃഷ്ടിക്കുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ രംഗത്ത് വരുന്നു. അവർ അതിന് പറയുന്നത് നടുറോഡിൽ പാക് പതാക സ്റ്റിക്കറായി പതിക്കുമ്പോൾ അതിനെ അനാദരിക്കുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്തത്. അത് ഈ ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു മറുപടിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആഗ്രയിലേക്ക് വരുമ്പോൾ അവിടെ സസ്പെക്റ്റഡ് ഒരാളെ കൊലപ്പെടുത്തി, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. കൊലപ്പെടുത്തിയവരെന്ന് സംശയിക്കുന്ന 2 പേർ ആ വീഡിയോക്കകത്ത് പറയുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടിയാണ് ഞങ്ങൾ ഈ കാണിച്ചതെന്നാണ്. ചില സർവകലാശാലകളിലൊക്കെ കശ്മീരി വിദ്യാർത്ഥികൾക്കെതിരെ വലിയ തോതിലുള്ള അട്രോസിറ്റീസ് ഉണ്ടാകും നമ്മൾ കാണുന്നു. അപ്പോൾ ഈ പഹൽഗാമാനന്തരം രാജ്യത്തുണ്ടാകുന്ന ഇത്തരം വർഗീയ വിഷയങ്ങൾ അത് ഈ ഭീകരവാദികൾ ലക്ഷ്യം വെച്ച സംഗതികളുടെ ഒരു ഇമ്പാക്റ്റാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അജിംസ്, അതിനുശേഷം ഉണ്ടാകുന്ന ഈ കൽബുർഗിയിലെ സംഭവങ്ങളടക്കം, ഇൻസിഡൻസ് അടക്കം എങ്ങനെ കൂട്ടി വായിക്കണം? ഈ പേൽഗാം സംഭവം ഉണ്ടായപ്പോൾ ഇത്രയും മണിക്കൂറുകളായി. ഇതിൽ എന്താണ് അതിനുശേഷം അതിനോട് ഭരണകൂടം സ്വീകരിച്ച നടപടി എന്താണ്? കൃത്യം ചെയ്തവർ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞോ? അവരാരാണ്? അവരെ പിടികൂടിയോ? ഇതിന് പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ട്. പാകിസ്ഥാനോട് നമ്മൾ നയതന്ത്രപരമായൊരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ പലതരത്തിലുള്ള നയതന്ത്രപരമായ സമ്മർദ്ദം പാകിസ്ഥാൻ ചെലുത്തുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തി അവർ ശിക്ഷിക്കപ്പെടുന്നതുവരെ ഒരു അസന്ദിഗ്ധാവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കും. ആ അസന്ദിഗ്ധാവസ്ഥയെ ആരൊക്കെ മുതലെടുക്കും എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കലബുർഗിയിൽ കണ്ടതും ആഗ്രയിൽ കാണുന്നതും. കലബുർഗിയിൽ കണ്ടത് എന്താണ്? ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ റോഡിൽ നിറയെ പാകിസ്ഥാൻ്റെ പതാക. പാകിസ്ഥാൻ്റെ പതാക കലബുർഗി പോലെ വളരെ സെൻസിറ്റീവായൊരു സിറ്റിയാണ് കലബുർഗി. പണ്ട് ഗുൽബർഗ എന്നാണ് അതിൻ്റെ പേര്. കലബുർഗി എന്ന് പേര് മാറ്റിയതാണ്. കൽബുർഗിയെ കൊന്നതും അദ്ദേഹത്തിൻ്റെ നാടാണ് ഈ കൽബുർഗി. അപ്പോൾ പാകിസ്ഥാൻ്റെ പതാക മുസ്ലിം സാന്നിധ്യമുള്ള ഒരു ടൗണിൽ പാകിസ്ഥാൻ്റെ പതാക കണ്ടാൽ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇന്ത്യ പാക് മത്സരം നടക്കുമ്പോൾ പാകിസ്ഥാൻ ജയിച്ചിട്ട് പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞ് വീടുകൾ ആക്രമിക്കുന്ന കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ കൽബുർഗി പോലുള്ളൊരു സിറ്റിയിൽ പാകിസ്ഥാൻ്റെ പതാക കണ്ടു. പോലീസ് കേസെടുത്ത് അന്വേഷിച്ചപ്പോൾ അത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ചെയ്തതാണ്. അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന വിശദീകരണം എന്താണ്? അതായത് ഞങ്ങൾ പ്രൊട്ടസ്റ്റിന് വേണ്ടി ചെയ്തതാണ്. അതായത് റോഡിൽ പതാക ഒട്ടിക്കുന്നു, അതിന് മുകളിലൂടെ വണ്ടി പോകുമ്പോൾ പാകിസ്ഥാനെതിരായ പ്രതിഷേധമായി കാണണം എന്നാണ് അവരുടെ വിശദീകരണം. ഇവർ ഒട്ടിച്ചത് ആരാണെന്ന് കണ്ടെത്തിയില്ലായിരുന്നെങ്കിലോ? ഇത് കർണാടകയിലെ കൽബുർഗി ആയതുകൊണ്ട് ഇത് കണ്ടെത്തി. ഇതിപ്പോൾ യു പിയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നഗരത്തിൽ റോഡിൽ പാക് പതാക കണ്ടു എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയായിരിക്കും അവിടെ നറേറ്റ് ചെയ്യപ്പെടുക? ഒന്നും വേണ്ട, 5 വർഷം മുമ്പ് കർണാടകയിലാണ് അത് സംഭവിക്കുന്നതെങ്കിലോ എങ്ങനെയായിരിക്കും അതിന് നറേറ്റ് ചെയ്യപ്പെടുക? അത് അവിടെയുള്ള ആളുകൾ ഒട്ടിച്ചതാണ്. പാകിസ്ഥാൻ്റെ ആരാധകരായ ആളുകൾ കൽബുർഗിയിലുണ്ട്, കർണാടകയിലുണ്ട്. അവരെ കണ്ടുപിടിക്കണം, പുറത്താക്കണം എന്നുള്ളതായിരിക്കും ആ നറേറ്റീവ്. ഇവിടെ പോലീസ് കൃത്യസമയത്ത് നടപടി സ്വീകരിക്കുന്നു, അവരെ കണ്ടെത്തിയപ്പോൾ അവർ കൊടുക്കുന്ന വിശദീകരണമാണ് എന്ത്? ഞങ്ങൾ പ്രൊട്ടസ്റ്റിന് വേണ്ടി ചെയ്തതാണെന്ന്. പ്രൊട്ടസ്റ്റിന് വേണ്ടി സാധാരണ എന്താണ് ചെയ്യുക? നമ്മൾ പാകിസ്ഥാൻ്റെ പതാക കത്തിക്കാറുണ്ട്, അമേരിക്കയുടെ ഫ്ലാഗ് കത്തിക്കാറുണ്ട് പ്രൊട്ടസ്റ്റിൻ്റെ പേരിൽ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതങ്ങനെയല്ലോ ചെയ്തത്. അപ്പോൾ ഇത് പിടിക്കപ്പെട്ടപ്പോൾ അവർ അത് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു മറുപടിയായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതർവൈസ് അവരെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കതുപോലുള്ള ധാരാളം ഇൻസിഡൻസ് ഇന്ത്യയിലുണ്ടായിട്ട് അറിയാം. ക്ഷേത്രങ്ങളിലേക്ക് മലമെറിയുക, ക്ഷേത്രങ്ങളിൽ പശുവിൻ്റെ തല വെട്ടി വയ്ക്കുക, ക്ഷേത്രങ്ങളിലേക്ക് ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ എറിയുക, ഇങ്ങനെ എത്രയോ ഇൻസിഡൻസ് ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ നമുക്കറിയാമല്ലോ, ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ എറിയാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുന്ന ബോംബ് കൂട്ടി ഒരു അറസ്റ്റുകാരൻ മരിച്ച സംഭവം സേഫിന് ഓർമ്മയുണ്ടോ? മലപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിച്ച സംഭവം. അങ്ങനെ എത്ര ഇൻസിഡൻസ് കേരളത്തിൽ തന്നെ ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം ഞാൻ പറയുന്നത്
ഈ പഹൽഗാം സംഭവത്തിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത്, ഇപ്പോൾ പുൽവാമയ്ക്ക് തിരിച്ചടി ദിവസങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിലെ ഏതെങ്കിലും തരത്തിൽ സൈനികമായി ആക്രമിച്ചിട്ടില്ല ഇന്ത്യ. അല്ലെങ്കിൽ ഇപ്പോൾ നയതന്ത്ര യുദ്ധം ഒരു വശത്ത് നടക്കുന്നു, ഈ സംഭവം നടത്തിയ ആളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ കൊന്നവരെ കണ്ടുപിടിച്ചിട്ടില്ല, അവരെ പിടികൂടിയിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ നിൽക്കുന്നൊരു അസന്ദിഗ്ധാവസ്ഥയുണ്ട്. ഈ അസന്ദിഗ്ധാവസ്ഥ മേൽപ്പറഞ്ഞ സംഭവങ്ങൾ ധാരാളമായി ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതെത്ര വൈകുന്നോ അതിനൊരു കൺക്ലൂഷൻ എത്തുന്നത് വരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പിന്നെ എന്താ ഉണ്ടാവുക? നമ്മൾ ഇതുവരെ നമ്മുടെ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് കാണുന്ന ഡിവൈഡ് കൂടുതൽ വർദ്ധിക്കും, കമ്മ്യൂണൽ ഹേറ്റഡ് കൂടുതൽ വർദ്ധിക്കും. അത് രാഷ്ട്രീയമായി ആർക്കാണ് സഹായകരമാവുക എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആരാണിത് ചെയ്യുന്നതെന്നും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാവും. ഇത് ഈ റോഡിൽ പതാക ഒട്ടിക്കുന്നു മുതൽ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായി ആർക്കാണ് സഹായകരമാവുക എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഭീകരാക്രമണം എന്ന് പറയുന്നത് അതിന് പിന്നിൽ കൃത്യമായ ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, കൃത്യമായ ഐഡിയോളജികളുണ്ട്, കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പുകാരുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സാധാരണ പൗരന്മാരുടെ സുരക്ഷയാണല്ലോ പ്രധാനം. നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ടൂർ പോകാൻ പറ്റില്ല, നമ്മുടെ സാധാരണ മനുഷ്യന്മാർക്ക് അങ്ങാടിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, ബസ്സിൽ കയറാൻ പറ്റില്ല, ട്രെയിനിൽ കയറാൻ പറ്റില്ല, എവിടെയും ബോംബ് പൊട്ടിച്ചാവും, എവിടെയും ഭീകരന്മാർ നമ്മൾ ആക്രമിക്കാം എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് യഥാർത്ഥത്തിൽ ആരുടെ വീഴ്ചയാണ്? അത് ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്. ഈ ഘട്ടത്തിൽ ഭരണകൂടത്തെ അക്കൗണ്ടബിൾ ആക്കുക, ഭരണകൂടത്തെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക എന്നുള്ള യഥാർത്ഥ സിവിക് സെൻസ് നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹവും ചെയ്യേണ്ട യഥാർത്ഥ സിവിക് സെൻസ് അല്ല അവിടെ വർദ്ധിക്കുന്നത്. പകരം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പകരം ഇതിൻ്റെ പിന്നിൽ അവന്മാരുടെ ഐഡിയോളജിയാണ്, അവരുടെ മതമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചാരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ കൃത്യമായ നടപടികളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടായൊരു സംഭവം, ഇന്ന് ദ ഹിന്ദു പത്രത്തിൻ്റെ ഹെഡ്ലൈൻ ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നയതന്ത്ര നടപടികൾ, അതായത് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള നയതന്ത്ര നടപടികൾക്ക് തിരിച്ചടിയായി പാകിസ്ഥാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ വ്യോമയാന മാർഗം റദ്ദാക്കിയിട്ടുണ്ട്, മറ്റു ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഹെഡ്ലൈനാക്കി, അതായത് ഇത് ഹിന്ദു പത്രം അതിൻ്റെ പ്രധാന ഹെഡിങ് പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹെഡ്ലൈനാക്കി. നമ്മൾ ചെയ്ത കാര്യത്തിലുള്ള അവരുടെ പ്രതികരണമാണ്, വാർത്തയാണത്. ആ വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിൽ എസ് ഗുരുമൂർത്തി എന്ന് പറയുന്ന RSS സൈദ്ധാന്തികൻ ഇന്ന് എക്സിലൊരു പോസ്റ്റ് ഇട്ടേക്കാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, പാകിസ്ഥാനിലുള്ള ദ ഡോൺ പത്രത്തിൻ്റെ ഹെഡ്ലൈനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്, ഇത് ഹിന്ദുവിൻ്റെ ഹെഡ്ലൈനാണെന്ന് പറഞ്ഞ് അതൊരു സർക്കാസ്റ്റിക്കായിട്ടൊരു പോസ്റ്റ്. അതിനോട് ദി ഹിന്ദുവിൻ്റെ നിലവിലെ ഡയറക്ടറും ആയിട്ടുള്ള മാലിനി പാർത്ഥസാരഥി അവർ പറയുന്നത് വളരെ മോശമായിപ്പോയി, ഞങ്ങളുടെ പത്രത്തിൽ നിന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് വളരെ അതായത് ഒരു പത്രം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ദേശദ്രോഹമായി, ആൻറ്റി നാഷണൽ സെൻറ്റിമെൻറ്റ്സായി കാണുകയാണ്, അതങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, മാധ്യമങ്ങളെപ്പോലും വരുതിയിലാക്കുകയാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമം എങ്ങനെയാണ് സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ചുള്ള ഒരു വിശകലനം നടത്തുന്ന ഒരു പത്രം, ഒരു മാധ്യമം നടത്തുക? അപ്പോൾ അത് ഹിന്ദുവിനെതിരെ മാത്രമുള്ള മുന്നറിയിപ്പല്ല, രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളെയും വായടപ്പിക്കുകയാണ് ഈ ഒറ്റ കാര്യത്തിലൂടെ. ചോദ്യങ്ങൾ ചോദിപ്പിക്കാതിരിക്കുക, ഭരണകൂടത്തെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരാതിരിക്കുക. അതുപോലെ ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടിയുള്ള സാധാരണ രീതിയിലുള്ള ഇത്തരം എന്താണ് പറയുക ക്ലാഷസിൻ്റെ സിറ്റുവേഷനിൽ സാധാരണ ടെലിവിഷൻ ചാനലുകൾക്ക് ഒരു അഡ്വൈസറി കൊടുക്കാറുണ്ട് മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റ്. അതായത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്, ഭീകരവാദികൾക്കെതിരായ ലൈവ് ഓപ്പറേഷൻ്റെ ലൈവ് ടെലികാസ്റ്റ് നടത്തുക, അങ്ങനെയുള്ള ഇത് കൊടുക്കാറുണ്ട്. പക്ഷെ അത് അങ്ങനെ കൊടുക്കുന്നത് പോലും എന്തിനാണ്? ഒരു തരം സമ്മർദ്ദം മാധ്യമങ്ങൾക്ക് മേലുണ്ടാക്കുക, നമ്മുടെ ലോജിക്കൽ തോട്ടിനെ തടയിടുക. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് സാധാരണ പൗരന്മാർ ലോജിക്കലായി പോലും ചിന്തിക്കാതിരിക്കുക, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലുള്ളൊരു പ്രചാരണം വ്യാപകമായി നടക്കുകയാണ്. പകരം എന്താണ്, ഈ ഉന്മാദ ദേശീയതയും വെറുപ്പും വ്യാപകമായി ഡിസമിനേറ്റ് ചെയ്യപ്പെടുന്നു, അതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സേഫ് ചൂണ്ടിക്കാട്ടിയ ആഗ്രഹ സംഭവം ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ കൊല്ലപ്പെട്ട സംഭവത്തെയും ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? പെഹൽഗാമിനുള്ള തിരിച്ചടിയാണ്, 26 പേരെ കൊന്നെങ്കിൽ ഞങ്ങൾ 2600 പേരെ കൊല്ലും എന്നാണ് അയാൾ പറയുന്നത്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കരുത്, അങ്ങനെ ബന്ധിപ്പിച്ചാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും. എന്നാൽ ഇത് സ്വയം ക്ലെയിം ചെയ്താൽ ഇത് ഏറ്റെടുത്ത ആൾക്കാർ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അതില്ല. ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവർ കേസെടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. അതായത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിലനിർത്തുക എന്നുള്ളത് ആരുടെയൊക്കെയോ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൗഫൽ, ഈ ഭീകരാക്രമണത്തിന് അങ്ങനെ ഒരു സ്വഭാവമുള്ളതിനാൽ അതിനുശേഷം ഉള്ള ഈ കമ്മ്യൂണൽ ക്ലാഷസ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായൊരു ആക്ഷൻസ് എടുക്കേണ്ടതായിരുന്നില്ല സ്റ്റേറ്റ്? തീർച്ചയായും ആക്ഷൻസ് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അജിം സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ എത്രയും പെട്ടെന്ന് പിടികൂടുകയും വേണം.
ഇത് രണ്ടും നടക്കാത്ത സ്ഥിതിക്കാണ് ഈ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, മതം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ആയുധമാണ്. അത് ഏത് പാർട്ടിക്കായാലും അങ്ങനെ തന്നെയാണ്. മതത്തെയാണ് അവർ രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് അതിൻ്റെ തോത് കൂടിയും കുറഞ്ഞു ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഹിന്ദുത്വ ശക്തികൾ ഉപയോഗിക്കുന്ന ആയുധം ഇതാണ്. അവർ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഈ കൽബുർഗിയിൽ ആ പാക് പോസ്റ്റർ വന്നു? അവർക്ക് വണ്ടി അതിന് മുകളിൽ ഓടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താനാണെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലല്ലേ അത് വേണ്ടിയിരുന്നത്. അതുണ്ടായില്ലല്ലോ. എന്തുകൊണ്ട് ഇവിടെ വന്നു? അത് സ്വാഭാവികമായും അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഇൻസിഡൻസ് ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പെരിന്തൽമണ്ണയിലെ അമ്പലത്തിൻ്റെ വാതിൽ കത്തിച്ചതുപോലുള്ള സംഭവങ്ങൾ എത്രയോ ഉണ്ടായിരിക്കുന്നു. ഈ സംഭവങ്ങളിലെല്ലാം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം, അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർ എന്ത് ചെയ്യുക? മുതലെടുക്കുക. അങ്ങനെ അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക. പക്ഷേ ഭാഗ്യവശാൽ കേരളത്തിൽ അത് മുതലെടുക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നില്ല, അല്പം ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ട്. പക്ഷേ മറ്റിടങ്ങളിൽ അങ്ങനെയല്ല. അത് ഓരോ ദിവസവും അത് ഈ രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ തന്നെ ഈ അവസ്ഥ ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പോൾ ഈ ആരതിയുടെ കേസ് എടുത്തു നോക്കൂ. അത് മറ്റൊരു സംസ്ഥാനത്താണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ, അത് ആ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടതെങ്കിൽ അതിനെ ഏത് രീതിയിലേക്കായിരിക്കും ആളുകൾ കൊണ്ടുപോവുക. പക്ഷേ ഇവിടെ അതിനെ എതിർക്കാനും അതിനെതിരെ ശബ്ദിക്കാനുമൊക്കെ നിരവധി ആളുകൾ ഉണ്ടായതുകൊണ്ട് അത് വലിയ രീതിയിലേക്ക് അവർ ഉദ്ദേശിച്ച വഴിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഓരോ വിഷയവും എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ സംഭവം ഉണ്ടായ ശേഷം പ്രധാനമന്ത്രി സൗദിയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ആ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു. പക്ഷേ പിന്നീട് അദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണ്? സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനല്ല, നേരെ ബീഹാറിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഘോരഘോരം ശബ്ദിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്ത് ഇങ്ങനെയൊരു സിറ്റുവേഷനുണ്ട്, ഈ സിറ്റുവേഷൻ വഷളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു വാക്കുകളല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് മറ്റൊരു തലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഭീകരാക്രമണം ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു, അതിനെ നമ്മൾ പ്രതിരോധിക്കും, അതിനെതിരെ ശക്തമായ നടപടിയെടുക്കും. അത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്, സർക്കാർ ചെയ്യുകയും ചെയ്യും. പക്ഷേ മറുഭാഗത്ത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, അത് അവസാനിപ്പിക്കുക എന്നുള്ളതിന് ഉത്തരവാദിത്തം ഭരണാധികാരിക്കുണ്ടല്ലോ. സർവകക്ഷി യോഗം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അതിനൊക്കെ തന്നെയല്ലേ. അവിടെ വന്ന് അദ്ദേഹം ഇക്കാര്യം പറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം നേരെ മറിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് യോഗം എന്ന് പറയാവുന്നൊരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഈ കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പരമാവധി പണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗവർണർ സൂചിപ്പിച്ചതുപോലെ സുവർണാവസരമായി ഇതിനെ കാണുകയും ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ നമുക്കാവില്ല. അതിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാവുക തന്നെ വേണം.